സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സ്ഥലം MLA ശ്രീ ലിൻഡോ ജോസഫ് സർ, ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രോഗ്രാം ചെയർമാൻ ശ്രീമാൻ വിൽസൺ പുൽവേലിൽ, ഇവിടെ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുന്ന മർക്കസ് നോളജ് സിറ്റിയുടെ CEO കൂടിയായ ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ് സർ, പ്രിൻസിപ്പൽ, HMs, പ്രിയപ്പെട്ട വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അതിഥികൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ അലുമിനി പ്രതിനിധികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഒരു മരത്തിൻ്റെ ചില്ലകളുടെ എണ്ണം നോക്കിയിട്ടല്ല ആ മരത്തിനെ വിലയിരുത്തുന്നത് എന്ന് പറയാറുണ്ട്. മറിച്ച് അതിൻ്റെ വേരുകളും അത് പതികർക്ക് നൽകുന്ന ഫലങ്ങളും എത്രമാത്രം ഉണ്ട്, ആ വേരുകൾ എത്രമാത്രം ആഴത്തിലാണ്, അതിൻ്റെ ഫലങ്ങൾ എത്ര പേർക്ക് ആശ്വാസം നൽകുന്നു അല്ലെങ്കിൽ മധുരം നൽകുന്നു എന്നതിനെ കണക്കാക്കിയാണ് ചില്ലകളേക്കാൾ ആ മരത്തിൻ്റെ മൂല്യത്തെ കാണിക്കുന്നത്. ഇതൊരു വലിയ അധ്വാനത്തിൻ്റെ, ഏറെ നാളുകളായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ജനസഞ്ചയത്തെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. 1972 സ്ഥാപിതമായ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏകദേശം 50 വർഷത്തിലധികം വരുന്ന പ്രായത്തിൽ 50 വർഷവും അതോടൊപ്പം വ്യത്യസ്ത ബാച്ചുകളായിട്ട് ഇവിടെ നിന്ന് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. നേരത്തെ MLA സാർ പറഞ്ഞതുപോലെ ഇവിടെ ഔപചാരികതകൾക്ക് വലിയ സ്ഥാനമില്ല. വലിയ ഫിലോസഫികൾ, തത്വശാസ്ത്രങ്ങൾ പ്രസംഗിക്കേണ്ട വേദിയുമല്ല. മറിച്ച് നമ്മളെ ഒരിക്കൽ കൂടി ഈ കലാലയമുറ്റം ക്ഷണിക്കുമ്പോൾ അത് പരമാവധി ആസ്വാദ്യകരമാക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ ഇനി വരുന്ന തലമുറയിലേക്ക് പ്രതിഫലിപ്പിക്കാനുമാണ് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മർക്കസിൻ്റെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുസ്വരമായിട്ടുള്ള, ഏറ്റവും പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാണ് മർക്കസ് ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൂമ്പാറ. 1992-ലോ 3-ലോ ആണെന്ന് തോന്നുന്നു ഇത് മർക്കസ് ഏറ്റെടുത്തപ്പോൾ, 93-ൽ മർക്കസ് ഏറ്റെടുത്തപ്പോൾ വളരെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു മലയോര പ്രദേശത്തെ എല്ലാ ബാലാരിഷ്ടതകളും സൂചിപ്പിക്കുന്ന ഈ വിദ്യാലയത്തിലേക്ക് വന്ദ്യരായ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ, അഭിവന്ദ്യ ഗുരു, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാനേജറായിക്കൊണ്ട് ഇവിടെ ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും ഈ മലയോര മേഖലയിലേക്ക് വിദ്യയുടെയും അതുപോലെ സാമൂഹിക സഹകരണത്തിൻ്റെയും സപ്പോർട്ടുകളുമായി ഇതിന് പിന്നീട് ഹയർ സെക്കൻഡറികളും മറ്റു സംവിധാനങ്ങളും സംവിധാനിച്ച് നൽകുകയും ചെയ്തപ്പോൾ ഇവിടെ വലിയ ഒരു മുന്നേറ്റവും വലിയ ഒരു ചൈതന്യവും ഉണ്ടായി. അതിൻ്റെ ഏറ്റവും പുതിയ പ്രതിഫലനമാണ് ഇപ്പോഴീ കൂടിയിട്ടുള്ള ജനസഞ്ചയം. ഇവിടെ ഇനിയും ഇവിടെ അധികവും സ്ത്രീജനങ്ങളാണ് കൂടിയിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം കൂടി നമ്മുടെ പുരുഷജനങ്ങളും ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടും ഏറ്റവും സഹായകരമായ രീതിയിൽ ഇവിടുത്തെ അയൽവാസികളും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ MLAയും അതുപോലെ മറ്റ് തദ്ദേശ ഭരണ സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ സജീവമായി വരികയും സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥാപനം, നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷമാകുമ്പോഴേക്ക് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഈ ഫാത്തിമാബിയുടെ മടിത്തട്ടിൽ പഞ്ചായത്തിൻ്റെയും MLAയുടെയും സഹായ സഹകരണത്തോട് കൂടിയിട്ട് ആ കളിസ്ഥലം അല്ലെങ്കിൽ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാവുകയാണ്. അതോടൊപ്പം നമുക്കറിയാം ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് ഇവിടെ നിൽക്കുന്ന മർക്കസിൻ്റെ സ്ഥാപനമാണ് മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ്. അനാഥരും പാവപ്പെട്ടവരുമായ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് മർക്കസ് സംവിധാനിച്ചിട്ടുള്ള റെസിഡൻഷ്യൽ പഠന കേന്ദ്രം. ഒരു വലിയ വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളും മർക്കസ് ഗ്രീൻ വാലിയിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ ഇവിടുത്തെ ഭൗതിക വിദ്യാഭ്യാസവും ഉസ്താദിൽ നിന്നുള്ള ആത്മീയമായ വിദ്യാഭ്യാസങ്ങളും അതുപോലെ ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ വ്യത്യസ്ത രംഗങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങളിലും കർമ്മങ്ങളിലും നിരതരാണ്. വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് മർക്കസ് പോലെയുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികളെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യസിക്കുകയും അറിവും അന്നവും നൽകി പരിപാലിക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ജാതി മത വർണ്ണ ലിംഗ വിവേചനങ്ങളില്ലാതെ ഏറ്റവും പോപ്പുലറായിക്കൊണ്ടുള്ള ഈ ഒരു പ്രദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന സ്ഥാപനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാനും അതുപോലെ ഇത്തരം പരിപാടികൾ സംബന്ധിക്കാനുമുള്ള സന്തോഷം മറച്ചു വെക്കുന്നില്ല. മർക്കസ് മാനേജ്മെൻറ്റ് വലിയ പദ്ധതികൾ ഈ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഫാത്തിമാബി സ്കൂളിന് വേണ്ടി അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരുടെയും അഗൈതവമായ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടും മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ സന്നദ്ധതയും സപ്പോർട്ടും വേണമെന്ന് സ്നേഹബുദ്ധിയെ ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മളാരും പഠിച്ചത് നമ്മൾ സ്വയം ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലല്ല. നമ്മൾ നിർമ്മിച്ച സ്കൂളുകളിലോ നമ്മൾ നിർമ്മിച്ച മറ്റ് മദ്രസകളിലോ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലോ പഠിച്ചിട്ടുകൊണ്ടല്ല നമ്മൾ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളത്. മറിച്ച് മറ്റാരുടെയൊക്കെയോ വിയർപ്പാണ്, മറ്റ് പലരുടെയും അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സാധ്യമായത്. അപ്പോൾ സ്വാഭാവികമായും ഇനി വരുന്ന തലമുറയിലേക്ക് ആ ഒരു വിദ്യയുടെ പ്രകാശകിരണങ്ങൾ പ്രസരിപ്പിച്ച് നൽകാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ മക്കളും ചെറുമക്കളും പേരമക്കളുമൊക്കെ ഇത്തരം ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കടന്നു വരണമെന്ന്, മൂല്യബോധമുള്ള വിദ്യാർത്ഥികളാകണമെന്ന്, അച്ചടക്കമുള്ള പൗരബോധമുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി അതിനണിനിരക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നന്നായി അനുഭവിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ രക്ഷിതാക്കൾ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ഭൗതിക വിദ്യാഭ്യാസങ്ങൾ ധാർമ്മികമായ കെട്ടുറപ്പോടുകൂടി നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ഒരു അലുമിനെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒത്തിരി കരങ്ങളുണ്ട്. ഇവിടുത്തെ അധ്യാപകരുണ്ട്, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, അതുപോലെ നമ്മുടെ പ്രദേശവാസികളുണ്ട്, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ നേതാക്കളുണ്ട്. എല്ലാവർക്കും ഇതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്വാനങ്ങൾക്കും അത് വൃഥാവിലാവില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വിദ്യാഭ്യാസപരമായ ജാഗരണം സൃഷ്ടിക്കാൻ മർക്കസ് പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ കാലത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു സാംസ്കാരികമായ മുന്നേറ്റം കൂടി, അനുയോജ്യമായ പദ്ധതികൾ കൂടി മർക്കസ് ലക്ഷ്യം വെക്കുന്നു. പ്രത്യേകിച്ച് 1,00,000-ലധികം വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള മർക്കസ് അലുമിനി ഈ അലുമിനിയെ ചേർത്ത് വയ്ക്കുകയാണ്. മർക്കസ് അലുമിനിയുടെ ആ ഒരു പട്ടികയിലേക്ക് ഇവിടുത്തെ അലുമിനിയെ കൂടി ചേർത്ത് വെക്കുകയാണ്. ഒന്നായിക്കൊണ്ട് പലതും, ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത പലതും ഒന്നായിക്കൊണ്ട് നേടാൻ നമുക്ക് കഴിയും. അതിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരോടും ഹൃദയം തുറന്ന് നിങ്ങൾക്ക് ഏത് സമയത്തും മർക്കസിൻ്റെ വാതായനങ്ങൾ, മർക്കസിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരികൾക്ക്, മക്കൾക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾക്കും സപ്പോർട്ടുകൾക്കും ഇന്ന് മർക്കസിൻ്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ റെഡിയാണ്.
നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മർക്കസിലേക്ക് അപേക്ഷിക്കാം, വരാം. പ്രത്യേകിച്ച് പുതിയ മർക്കസിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയുള്ള മർക്കസ് നോളജ് സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്ന് മർക്കസിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളും അതുപോലെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആശുപത്രികളും വെൽനസ് സെൻ്ററുകളും ബിസിനസ് IT സ്കൂളുകളും അതുപോലെ ലോ കോളേജും ഒക്കെ ഇവിടെ നിന്നും പാസ്സായി വരുന്ന ഇവിടുന്ന് പാസ് ഔട്ടായി വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപൂർവ്വമായ ഒരു സപ്പോർട്ട് ഈ ഒരു മർക്കസ് ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓരോ പുരോഗതിയിലേക്കും നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ സംരംഭത്തിലേക്ക്, ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക്, ഇതിൻ്റെ തുടക്കമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളാണ്. അതിൻ്റെ ഏറ്റവും പ്രഥമമായ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇന്നത്തെ ഈ അലുമിനി. വളരെ സന്തോഷമാണ്. നിറഞ്ഞൊരു സദസ്സിൽ ഇത്ര പേര് വളരെ ഷോർട്ട് നോട്ടീസിൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര പേര് വന്ന് ചേർന്ന് ഈ ഒരു പഠിച്ച കലാലയത്തിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ സന്നദ്ധത അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, മറ്റ് തിരക്കുകളൊക്കെ ഒഴിവാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഒരുപാട് ഒരു വലിയ പേജ് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ വാർഡ് മെമ്പർ ആദർശ് ജോസഫ് സാർ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോയിബ് സാർ, അതുപോലെ വാർഡ് മെമ്പർ ബോസ് ജേക്കബ്, ഹെഡ് മിസ്ട്രസ് ആയിഷ ബീബി മാം, അതുപോലെ PTA പ്രസിഡന്റ് ബെന്നി അബ്രഹാം സാർ, ബ്രിഡ്കോയുടെ രഞ്ജിത്ത് സാർ, അതുപോലെ CK കാസിം സാർ, സണ്ണി സാർ, അതുപോലെ നെൽസൺ സാർ ഫോർമർ പ്രിൻസിപ്പൽ, അങ്ങനെ ഒത്തിരി പേര്, ജോസഫ് സാർ, ബാബു സാർ പൈക്കാട്ടിൽ പൂർവ്വ അധ്യാപകൻ, അതുപോലെ മർക്കസ് അലുമിനിയുടെ പ്രതിനിധിയായിട്ടുള്ള ജൗഹർ കുന്നമംഗലം, അതുപോലെ അബ്ദുൽ ജലീൽ സാർ, അതുപോലെ ഫോർമർ PTA പ്രസിഡന്റ് ഉൽഹന്നാൻ സാർ, അതുപോലെ സപ്ലിമെൻ്ററി കമ്മിറ്റി സാർ അഷ്റഫ് സാർ, അങ്ങനെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ഡോക്ടർ നാസർ കുന്നുമ്മൽ, നമ്മുടെ പ്രിൻസ് സാർ, അബ്ദുസലാം സാർ, അങ്ങനെ ഒത്തിരി അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള പ്രിൻസിപ്പൽ അടക്കം ഇവിടെ താഴോട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഇതിൻ്റെ ഓർഗനൈസിങ്ങിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ടും സന്തോഷങ്ങൾ നേർന്നുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം.